ഇപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എവിടെ നിൽക്കുന്നത്. അതെ, നമ്മുടെ സ്വന്തം ശക്തന്തപുരം പാലസിലാണോ ഞാൻ നിൽക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ഒട്ടനവധി പാലസുകളുണ്ട്. അതിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു പാലസാണ് ശക്തന്തപുരം പാലസ്. ഇനി നമുക്ക് ശക്തന്തപുരം പാലസും അതിന് ചുറ്റുമുള്ള കാര്യങ്ങളും നമുക്കൊന്ന് കാണാം. പ്രവർത്തന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ, ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് കേട്ടോ. അതുപോലെ തിങ്കളാഴ്ചകളിലെ അവധിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് എന്താ വെച്ചാൽ ചെറിയൊരു പണി കിട്ടിയിരിക്കുക. അതായത് ഞങ്ങളിവിടെ എത്തുമ്പോൾ ഏതാണ്ട് 1 മണിക്ക് അടുത്തായി. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിയം ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇനി 2 മണിക്ക് ശേഷമാണ് മ്യൂസിയം ഓപ്പൺ ആവുള്ളൂ. നമ്മുടെ പാലസിന് പ്രധാനമായിട്ട് 2 കവാടങ്ങളാണുള്ളത്. ഒന്ന് കിഴക്കേ കവാടം, ഒന്ന് പടിഞ്ഞാറ് കവാടം. ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കിഴക്കേ കവാടം. നമ്മുടെ കിഴക്കേ കവാടത്തിനോട് ചേർന്നിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ഈ മോണുമെന്റ് കേട്ടോ. ശക്തന്തപുരം പാലസിനെ വടക്കേച്ചിറ കോവിലകം എന്നും കൂടി പേരുണ്ട് കേട്ടോ. നമ്മുടെ ഈ ശക്തന്തപുരം പാലസും അതുപോലെ അതിന് ചുറ്റുമുള്ള 6 ഏക്കർ ഭൂമിയും 1987 സംരക്ഷിത സ്മാരകമായിട്ട് കൺസിഡർ ചെയ്യാൻ തുടങ്ങിയത്. ശക്തന്തപുരം പാലസിൽ നിന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ പോകുന്നത് പൈതൃക ഉദ്യാനത്തിലേക്കാണ്. വളരെ മനോഹരമായ ഒത്തിരി അധികം സസ്യലതാദികൾ നിറഞ്ഞിട്ടുള്ള ഒരു ഉദ്യാനമാണ് പൈതൃക ഉദ്യാനം. വേനൽക്കാലത്ത് ഒരു ഭംഗിയും മഴക്കാലത്ത് മറ്റൊരു ഭംഗിയാണ് നമ്മുടെ ഈ ഉദ്യാനത്തിന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കൊട്ടാരം നിർമ്മിച്ചപ്പോഴുള്ള ഇരിപ്പിടങ്ങളുടെ അവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പൈതൃക ഉദ്യാനത്തിലൂടെ നടന്നു നീങ്ങുമ്പോൾ അടുത്ത കാഴ്ചയാണ് സർപ്പക്കാവ്. കാവുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എക്കോസിസ്റ്റത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ് കാവുകൾക്ക്. ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഒട്ടനവധി സസ്യങ്ങളും വൃക്ഷലതാദികളും നമുക്ക് അന്യം നിന്നിരിക്കുകയാണ്. ഈ വേളയിലാണ് നമ്മുടെ പൈതൃക ഉദ്യാനം അതിനെല്ലാം സംരക്ഷിച്ചുകൊണ്ട് വളരെയധികം മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു.
പൈതൃകോദ്യാനത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചു വരുമ്പോഴാണ് നമ്മുടെ മുന്നിൽ ഇതാ വടക്കേച്ചിറ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കേട്ടോ. സന്ദർശകർക്ക് വിശ്രമിക്കാനായിട്ട് ഇത്തരം ഇരിപ്പിടങ്ങൾ ഇവിടെ ധാരാളം കാണാൻ കഴിയും. ഇവിടുത്തെ ഈ കാറ്റും ഈ മരങ്ങളും നമ്മുടെ സമയം പോകുന്നതേ നമ്മൾ അറിയില്ല. നമ്മുടെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഓരോ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓരോ കൊച്ചു കൊച്ചു യാത്രകളാണ്. ഈ വീഡിയോ കാണാൻ നിങ്ങളൊക്കെ നമ്മുടെ യാത്രക്കാരും. സോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാ യാത്രക്കാരും വെയിറ്റ് ചെയ്യുക. ദിസ് ഈസ് സൈനിങ് ഓഫ് ബ്രൈറ്റ ഫ്രം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്.